കാർത്തികിലേക്ക് പോവാണ്. കാർത്തിക് എന്തുകൊണ്ടാണ് AI ചൂസ് ചെയ്യാൻ കാരണം? ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് മെയിനായിട്ട് ചൂസ് ചെയ്തത്. ചൈനയിൽ എങ്ങനെയും ഇതിന്റെ മുമ്പിൽ പരിചയം ഉണ്ടോ, എന്തെങ്കിലും ഉണ്ടോ? ചൈന അൺഎക്സ്പെക്ടഡ് ആയിട്ട് മുമ്പിൽ വന്നതാണ്. വേറെ ഏതെങ്കിലും കൺട്രി നോക്കിയിരുന്നാ? ഇല്ല. ഇങ്ങനെ ഓപ്പർച്യൂണിറ്റി, ഇങ്ങനെ സ്കോളർഷിപ്പിനെ പറ്റി കേട്ടിരുന്നു? ഇല്ലായിരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ഈ എഡ്യൂസോണിനെ സംബന്ധിച്ചിട്ട് ഇതുവരെയുള്ള യാത്രയിൽ എങ്ങനെയുണ്ട്? സപ്പോർട്ടീവ്? നല്ല സപ്പോർട്ടായിട്ട് എല്ലാ നിലക്കും. ഇപ്പോൾ വിസക്ക് പോയി, നിങ്ങൾ ഡൽഹിയിൽ 3 പേർ വിസക്ക് പോയിണ്ടായിരുന്നു. അവിടെ എങ്ങനെയാണ് എക്സ്പീരിയൻസ്? അവിടെ നമ്മളോട് ഒരു ഗൈഡ് ഉണ്ടായിരുന്നു. നമ്മളവിടെ എത്തിയവിടെ നമ്മളെ ഫുൾ ഗൈഡ് അവിടുന്ന് ഹെൽപ്പ് ചെയ്ത് ഫുള്ളി നമ്മളൊന്നും ചെയ്യണ്ടായിരുന്നു. അവരൊപ്പം പോയി നിന്നോടത്താൽ മതി. എല്ലാവരും തന്നെ ചെയ്തു. എല്ലാവരും തന്നെ ചെയ്തു. ഓക്കെ. അപ്പോൾ ഈ സപ്പോർട്ട്സ് നമ്മൾ ഇനിയും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അറിയാലോ, ഈ സ്കോളർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് നിങ്ങൾക്ക് ഇപ്പോൾ ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് ഒരു ചൈന ഗവൺമെന്റ് സ്കോളർഷിപ്പ് കൊടുക്കാന്ന് പറയുമ്പോൾ അവർക്കൊരു ബെനിഫിറ്റ് ഒന്നുമില്ല. പക്ഷേ അത് നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം മാക്സിമം. കാരണം അവർ ത്രൂ ഔട്ട് ദി ഇയർ തരുന്ന കണ്ടീഷൻ ഉണ്ട്. കാരണം ക്ലാസ് മിസ്സാവാൻ പാടില്ല, അതുപോലെ അറ്റൻഡൻസ് കമ്പൽസറി ആണ്, ഫെയിൽ ആവരുത്. ത്രൂ ഔട്ട് ദ പ്രോഗ്രാം നിങ്ങൾ ആ കപ്പാസിറ്റി എന്ത് ചെയ്യണം, നിങ്ങൾ എപ്പോഴും ടോപ്പ് അപ്പ് ചെയ്തുകൊണ്ടിരിക്കുക.